കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ കേരളത്തിലെ എംപിമാർ ഇന്ന് പ്രതിഷേധിക്കും. LDF UDF അംഗങ്ങൾ സംയുക്തമായിട്ട് പാർലമെന്റ് പുറത്ത് പ്രതിഷേധിക്കാനാണ് തീരുമാനം. വഖഫ് നിയമ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടും ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കുന്ന ദിവസമാണ്. ബൽറാം നെടുങ്ങാടി പ്രതിഷേധത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം മഹാനഗരത്തിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ശരിക്കും LDF ഉം UDF ഉം ഒന്നിച്ച് BJPയുടെ ലോക്സഭാ അംഗം ഈ പ്രതിഷേധത്തിൽ ചേരുമോ? വെരി ഗുഡ് മോർണിംഗ് SKN. പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ബജറ്റ് ഒരു ഇലക്ഷൻ ബജറ്റാണ് എന്നും ബീഹാറിന് മാത്രമാണ് കാര്യമായി നൽകിയത്, മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചു, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഉറ്റുനോക്കിയിരുന്നത് ഈ ബജറ്റിൽ തന്നെയാണ്. 24,000 കോടി രൂപയുടെ പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു. അതിനായുള്ള രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ വയനാടിനായുള്ള പുനരധിവാസത്തിനുള്ള സഹായം ഈ ബജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ഒപ്പമാണ് മറ്റ് പദ്ധതികൾ. എന്നാൽ പൂർണ്ണമായും ഇത് അവഗണിക്കപ്പെട്ടു എന്ന ആക്ഷേപമാണ് കേരളത്തിലെ ഇടത് വലത് എംപിമാർ, LDF UDF എംപിമാർ ഉന്നയിക്കുന്നത്. ഇത് ഒരു പ്രതിഷേധമാക്കി മാറ്റാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഇത് ഈ രണ്ട് വിഭാഗവും തമ്മിൽ ആശയവിനിമയം നടത്തി തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇന്ന് പാർലമെന്റിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഒന്നിച്ച് പ്രതിഷേധിക്കും. UDFന്റെയും LDFന്റെയും രാജ്യസഭ ലോക്സഭ എംപിമാർ ഒറ്റക്കെട്ടായിരിക്കും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുക. തുടർന്ന് പാർലമെന്റിനകത്തും ഈ വിഷയം ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശവും പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള തീരുമാനം കേരള എംപിമാർ എടുത്തിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഉയരുന്നതിനിടെയാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ JPC റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഈ JPCയുടെ അധ്യക്ഷൻ ജഗദാംബിക പാലാണ് ഈ റിപ്പോർട്ടും ഒപ്പം തന്നെ സമിതിക്ക് മുന്നിൽ വെച്ച തെളിവുകളും ഇവ രണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കുക. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ബാലേന്ദ്രൻ നായർ പറയുന്നു ശരിക്കും നമ്മൾ നമ്മുടെ വയനാട് പാക്കേജും എയിംസും ഒക്കെ നമുക്ക് കിട്ടും. ഇതുപോലെ കുറേ കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ബാലേന്ദ്രൻ നായരെ, ഒന്നും സംഭവിക്കുന്നില്ല.